നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ആവേശകരമായി തന്നെ പുരോഗമിക്കുകയാണ്. പെർത്തിൽ ജയിച്ച ഇന്ത്യ അഡ്ലെയ്ഡിൽ 10 വിക്കറ്റിന് തോൽക്കുകയായിരുന്നു. ഗാബ ടെസ്റ്റിലും ഇന്ത്യ പ്രതീക്ഷിച്ച നിലവാരം കാട്ടുന്നുമില്ല. ന്യൂസിലൻഡിനോട് നാട്ടിൽ വൈറ്റ് വാഷ് നേരിട്ട ഇന്ത്യ ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയും പതറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ വിമർശനമാണ് നായകൻ രോഹിത് ശർമ്മയ്ക്കും പരിശീലകൻ ഗൗതം ഗംഭീറിനുമെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെയും ടെസ്റ്റിലെ ഭാവി തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയൻ പരമ്പരയിൽ ഇന്ത്യ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നായക സ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. സമീപകാലത്തായി രോഹിത്തിന്റെ ബാറ്റിംഗ് പ്രകടനങ്ങളും വളരെ മോശമാണ്. ഗൗതം ഗംഭീറിന്റെ പരിശീലകൻ എന്ന നിലയിലെ സീറ്റും തെറിക്കാൻ ഇടയുണ്ട്. ആദ്യ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇന്ത്യക്ക് ജയിക്കാനായി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സമീപകാലത്തെ ഇന്ത്യയുടെ തകർച്ചയ്ക്ക് കാരണമായതിന് പിന്നിൽ ടീമിൽ വരുത്തിയ ചില പരിഷ്കാരങ്ങളാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ രോഹിത്തും ഗംഭീറും ചേർന്ന ശേഷം ഇന്ത്യയെ പിന്നോട്ടടിച്ച പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഇന്ത്യയുടെ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ബാറ്റിംഗ് ഓർഡറിൽ വരുത്തിയ മാറ്റങ്ങളാണ്. രോഹിത് ശർമ്മയെ മധ്യനിരയിൽ കളിപ്പിക്കുന്നത് മണ്ടത്തരമാണ്. രാഹുലിന് മധ്യനിരയിൽ ഉൾപ്പെടെ എവിടെ വേണമെങ്കിലും തിളങ്ങാൻ സാധിക്കും. അത്തരമൊരു ബാറ്റിംഗ് ശൈലിയാണ് രാഹുൽ കാഴ്ചവെക്കുന്നത്. എന്നാൽ രോഹിത് ശർമ്മയ്ക്ക് ഇത്തരമൊരു കഴിവുണ്ട് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ ബാറ്റിംഗ് ഓർഡറിൽ വരുത്തിയ മാറ്റം തിരിച്ചടിയായെന്ന് തന്നെ പറയാം. മധ്യനിരയിൽ ബാറ്റ് ചെയ്യുന്ന രോഹിത്ത് ആത്മവിശ്വാസമില്ലാതെ പ്രയാസപ്പെടുകയാണ്. രണ്ടാം ടെസ്റ്റിൽ രോഹിത്ത് മധ്യനിരയിൽ ഫ്ലോപ്പായിട്ടും മൂന്നാം മത്സരത്തിലും ഇന്ത്യ ഇതേ പിഴവ് ആവർത്തിച്ചു എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ രാഹുൽ ഓപ്പണർ റോളിൽ മിന്നിക്കുന്നുണ്ട്. രോഹിത്തിനെ പ്രതീക്ഷിച്ച നിലവാരം കാട്ടാനുമാകുന്നില്ല. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ നിരന്തരം താരങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു താരത്തെയും വിശ്വാസമർപ്പിച്ച് വളരാനുള്ള തുടരവസരം ഇപ്പോൾ നൽകുന്നുമില്ല. ദേവ്ദത്ത് പടിക്കൽ, ധ്രുവ് ജുറൈൽ, സർഫറാസ് ഖാൻ എന്നിവർക്കെല്ലാം തുടരവസരങ്ങൾ നൽകിയാൽ ഒരുപക്ഷെ അവർ മികവ് കാട്ടിയേനെ. എന്നാൽ ഇതിന് തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. മാത്രമല്ല, അമിതമായി രോഹിത്തിനെയും കോഹ്ലിയെയും പോലുള്ള സീനിയർ താരങ്ങളെ വിശ്വസിക്കുന്നു എന്നതും തിരിച്ചടിയാണ്. അവർക്ക് നിരന്തരം അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്, പക്ഷേ മറ്റാർക്കും കിട്ടുന്നുമില്ല. താരങ്ങളെ ഇത്തരത്തിൽ മാറ്റി പരീക്ഷണം നടത്തുന്നത് പ്ലേയിങ് ഇലവനെ പിന്നോട്ടടിക്കുന്ന ഘടകമാണ്. സ്പിൻ ഓൾറൗണ്ടർ എന്ന നിലയിൽ വാഷിംഗ്ടൺ സുന്ദർ, ആർ അശ്വിൻ, രവീന്ദ്ര ജഡേജ എന്നിവരെ മാറ്റി പരീക്ഷിക്കുകയാണ്. സുന്ദർ ആദ്യ മത്സരത്തിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയിരുന്നു, എന്നാൽ തുടരവസരം ലഭിച്ചതുമില്ല. അശ്വിനാകട്ടെ നിലവാരം കാട്ടിയതുമില്ല. ഗാബയിൽ ജഡേജ നിർണായക അർദ്ധ സെഞ്ചുറിയാണ് നേടിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഈ റോളിലേക്ക് ഒരു താരത്തെ സ്ഥിരപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായുണ്ട്. അടുത്ത മത്സരത്തിൽ വീണ്ടും മാറ്റമുണ്ടായാൽ തിളങ്ങുക പ്രയാസമായിരിക്കുമെന്ന് പറയാം. ടെസ്റ്റിൽ ആക്രമണോത്സുകത കാട്ടേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ബാറ്റിംഗ് നിര പിച്ചിനെ മനസ്സിലാക്കാതെ ആക്രമണോത്സുകത കാട്ടുന്നത് മണ്ടത്തരമാണ്. യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ എന്നിവർ പ്രതീക്ഷ നൽകുന്ന യുവതാരങ്ങളാണ്. എന്നാൽ ഇവർ തുടർച്ചയായി മോശം ഷോട്ട് കളിച്ചാണ് വിക്കറ്റ് തുലയ്ക്കുന്നത്. പിടിച്ചു നിന്ന് നിലയുറപ്പിച്ച ശേഷം വലിയ ഷോട്ടുകളിലേക്ക് കടക്കാൻ ഈ താരങ്ങൾ തയ്യാറാകുന്നില്ല. ഇക്കാരണത്താൽ തന്നെ പരിശീലകന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല. വിരാട് കോഹ്ലി ഓഫ് സൈഡ് കെണിയിൽ തുടർച്ചയായി പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കൃത്യമായി നിർദ്ദേശം നൽകാൻ പരിശീലക സംഘത്തിനും ആകുന്നില്ല. വരുന്ന മത്സരങ്ങളിലും ഇക്കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്.